Hi, hello everyone. Good morning and once again welcome back to Jeff and Job Vlogs. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന വാഗമണ്ണിലുള്ള മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള കുറച്ച് സ്പോട്ടുകളിലാണ്. ഇത് ആക്ച്വലി ലാസ്റ്റ് ടൈം നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വന്നപ്പോൾ എടുത്ത വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ മൗണ്ടെയിൽ റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത്. ഇതാണ് മൗണ്ടെയിൽ റിസോർട്ട്. ഏകദേശം ഒരു 8 മണി 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഇവിടെ തന്നെ നമ്മൾ എടുത്തിരുന്ന പാക്കേജിനകത്ത് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ കസിൻസ് എല്ലാവരുമായിട്ട് പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഞാൻ പുറത്തെ കുറച്ച് വ്യൂവും ആംബിയൻസും ഒക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ റിസോർട്ടിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യാനോ ഇവിടെയൊക്കെ പോയി താമസിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കോൺടാക്റ്റ് നമ്പർ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബുക്കിംഗ് സൈറ്റൊക്കെ വഴി ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടിൽ ഒത്തിരി എമൗണ്ടിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഒരു ഫാമിലി ആയിട്ടോ കപ്പിളായിട്ടോ ഒക്കെ നിൽക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷനായിരിക്കും മൗണ്ടെയിൽ റിസോർട്ട്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഹോംലി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇവിടെ പ്രൊവൈഡ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻസും എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ്. നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ വാഗമൺ മെഡോസിലോട്ട് പോകാനായിട്ടാണ്. കാരണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ അടുത്താണ് വാഗമൺ മെഡോസ് വരുന്നത്. നമ്മൾ ഇന്നലെ ഇങ്ങോട്ടേക്ക് എത്താൻ നേരം ഇവിടെ നല്ല തിരക്കായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, നല്ല തിരക്കായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പ്ലേസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ പോവുകയാണെങ്കിൽ അധികം തിരക്കൊന്നും ഇല്ലാതെ മെഡോസിൽ കയറാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അധികം വെയിലില്ലാത്ത സമയത്ത് മെഡോസൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചിറങ്ങാനായിട്ടും പറ്റും. കാരണം ഈ ഒരു സമയത്ത് നല്ല വെയിലാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെയിൽ കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. ഇപ്പോൾ ഇവിടെ ഇടുക്കിയിലത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള ചൂടാണ്. അപ്പം അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതും ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടും രാവിലെ ഇവിടെ പോയത് നല്ല തീരുമാനമായിരുന്നു. ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് 5ാം ക്ലാസ്സിലോ 6ിലോ മറ്റോ ആണ് ഇവിടെ ലാസ്റ്റായിട്ട് ഞാൻ വരുന്നത്. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ, 1.5 മണിക്കൂർ 2 മണിക്കൂർ. പക്ഷേ ഇങ്ങോട്ടൊന്നും വരാറില്ല. നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോലും പലപ്പോഴും പോയെന്ന് വരത്തില്ല. അപ്പോൾ എനിവേ ഇത്രയും നാളത്തെ ഗ്യാപ്പിന് ശേഷം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അന്ന് വന്നതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളെല്ലാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്ലേസാണ്. പിന്നെ നമ്മൾ സ്കൂൾ ടൈമിലെല്ലാം ഇവിടെ വന്നതിൻ്റെ ഓർമ്മകളൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്തൂടെ നടക്കുമ്പം കിട്ടുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എനിവേ നല്ല തണുത്ത കാറ്റും, രാവിലെ ആയതുകൊണ്ട് തണുത്ത കാറ്റുണ്ടായിരുന്നു. തണുത്ത കാറ്റും ചെറുതായിട്ട് ഇങ്ങനെ ചൂട് വരുന്നതിൻ്റെ ഒരു എഫക്റ്റൂടെ, അതായത് വെയിൽ തുടങ്ങാൻ പോകുന്നതിൻ്റെ ആരംഭമാണ്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ കാറ്റാണ് പ്രത്യേകം പറയേണ്ടത്, അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങൾ വാഗമൺ മെഡോസിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് രാവിലെ തന്നെ വരുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസം കാണത്തില്ല. അല്ലെങ്കിൽ വൈകിട്ടായാലും വലിയ കുഴപ്പമില്ല. ഇവിടെ എല്ലാം ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു പാത്ത് വേ പോലെ ഉണ്ട്. പിന്നെ മെഡോസിൽ കയറുന്നതിന് ടിക്കറ്റ് ഫീ ഉണ്ട്, 25 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. പക്ഷേ നല്ല രസമാണ്. അത്യാവശ്യം എത്ര ടൈം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാനായിട്ടും പിന്നെ ചുമ്മാ ഇങ്ങനെ വോക്ക് ചെയ്യാനായിട്ടൊക്കെ അടിപൊളിയാണ്. നമ്മൾ പിന്നെ മെഡോസിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാമെന്ന് ഓർത്തു. ചുമ്മാ കുറച്ച് ടോയ്സിൻ്റെ ഒക്കെ കടയിൽ കൂടെ ഒക്കെ പോയി. അധികമായിട്ടൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് ഒരു ടോയ് വാങ്ങിച്ചേ ഉള്ളൂ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരുപാട് കടകളുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ആയതുകൊണ്ട് തന്നെ കടയൊക്കെ തുറന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1 2 3 കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി, നല്ല രസമുള്ള. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത് പൈൻ വാലിയിലോട്ടാണ്. അതാണ് അടുത്ത നിയർ ടു ദ ലൊക്കേഷൻ. ഇപ്പം പൈൻ വാലിയിലായാലും പോയിട്ട് ഒത്തിരി കാലമായി. ഈ പറഞ്ഞ പോലെ തന്നെ 5ലോ 6ലോ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു പൈൻ വാലിയിലൊക്കെ പോയിട്ടുള്ളത്. നിങ്ങളും ഇതേപോലെ തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോകാതെ ഈ എന്താ പറയുന്ന അകലെയുള്ള സ്ഥലങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. നമ്മളതൊന്നും മനസ്സിലാക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ഇത്. പിന്നെ നമ്മൾ കൂടെ പോകുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ശരിക്കും നല്ലൊരു ടീമിൻ്റെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് നോർമൽ പ്ലേസിൽ പോയാലും നമുക്കത് അടിപൊളിയാക്കാൻ പറ്റും.
എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും കസിൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ പോയ ടീം കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് ട്രിപ്പിനെക്കുറിച്ച് ചോദിക്കുമ്പം അത്ര രസമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. അപ്പം ചെറിയ സ്ഥലത്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ ആ ഒരു ജേർണി അടിപൊളിയാവുന്നത്. പിന്നെ ഞങ്ങൾ അടുത്തായിട്ട് പോയത് ഇതാണ് പൈൻ വാലി. പൈൻ വാലിയിലോട്ട് അവിടെ പാർക്കിംഗ് ഉണ്ട് ഓൾറെഡി. നമ്മൾ വണ്ടി പുറത്ത് പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടക്കുവാണ്. ഇപ്പം തന്നെ വെയിൽ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് അത് കാണുമ്പോൾ അധികം ചൂടും വെയിലൊന്നും തോന്നത്തില്ല, പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. ഇനി വാലി പൈൻ ട്രീസൊക്കെ നിൽക്കുന്ന അങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പം തണുപ്പായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴി. ഇതൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം വന്നിട്ടുള്ളതാണ്. അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുവഴി വരാൻ നേരം ഈ ഭിത്തിയിലൊക്കെ ഈ വോളിലൊക്കെ നമ്മളിങ്ങനെ കല്ലും കൊണ്ട് എഴുതുമായിരുന്നു പേരും കാര്യങ്ങളൊക്കെ. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം അവിടെ നിന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർ നമ്മളെ ഓടിച്ചു വിടും. ഇവിടെ ഉണ്ടായിരുന്നു സ്ട്രീറ്റ് ഷോപ്പിംഗ്, കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ച ടീ പൗഡർ വാങ്ങിച്ചു. പിന്നെ ഈ എന്താ പറയുന്നത് തലയിൽ വെക്കുന്ന ഈ സാധനം വാങ്ങിച്ചു. നല്ല രസമായിരുന്നു. ഈ വാഗമണ്ണിൽ തന്നെ ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഓരോരോ എക്സ്പീരിയൻസാണ്. കാരണം വാഗമൺ മെഡോസ് എന്ന് പറയുന്നതും പൈൻ ഫോറസ്റ്റും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പൈൻ ഫോറസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു. അപ്പം റേറ്റൊക്കെ ആണെങ്കിലും ഒത്തിരി ഭയങ്കര കത്തിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മെയിനായിട്ട് ഇവിടുന്ന് കഴിക്കേണ്ടത് ഉപ്പിലിട്ട മാങ്ങ, അങ്ങനത്തെ കുറച്ച് സാധനം ഉണ്ടല്ലോ നമ്മൾ ഈ മൂന്നാർ, വാഗമൺ അങ്ങനെയൊക്കെ പോകുമ്പോൾ മാത്രം കാണുന്ന ഐറ്റംസ്. അതും ഇവിടെ വരുമ്പോൾ നമുക്കത് കഴിക്കാൻ ഭയങ്കര ടെൻഡൻസി കൂടുതലായിരിക്കുമല്ലോ. അത് കഴിക്കണമെന്നുണ്ട്. ഉപ്പിലിട്ട ക്യാരറ്റ് ഇതൊക്കെ കഴിക്കണമെന്നുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം നിലവിൽ കടയൊന്നും തുറന്നിട്ടില്ല. പൈൻ വാലിയിൽ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും കടയൊക്കെ തുറക്കുമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ നടന്ന് പൈൻ വാലിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരുപാട് എന്താ പറയുന്ന ബോർഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മിക്ക ബോർഡുകളിലും വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഡംപ് ചെയ്യരുതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈൽഡ് ആനിമൽസിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ റിയ ആയിരുന്നു. റിയ ആക്ച്വലി പോകുന്നതിനിപ്പുറമുള്ള ഒരു ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഫാമിലി ട്രിപ്പാണ്. ആൾ എബ്രോഡ് ഹയർ സ്റ്റഡീസിന് പോവാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ്, പക്ഷെ നല്ല തിരക്കായിരുന്നു. കുറേ പേര് എടുക്കാനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇനി പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പോയി. പിന്നെ നമ്മൾ താഴോട്ട് നടക്കുവാണ്. സൈഡിൽ കൂടെയൊക്കെ ഹാൻഡ് റീൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പൈൻ ലീഫ് വീണ് നിലത്ത് കിടന്നിട്ട് അതിൽ ചവിട്ടി ചിലപ്പം സ്ലിപ്പായി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് തന്നെ വേണം ഇറങ്ങാനായിട്ട്. പിന്നെ ഒത്തിരി ഇങ്ങനെ എന്താ പറയുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര ക്രൗഡല്ല, കുറച്ച് ആൾക്കാർ തിരക്കായി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമാണ്. ഇവിടെ നല്ല തണുത്ത കാറ്റാണ്, വെയിലൊട്ടുമില്ല. കാരണം ഈ പൈൻ ട്രീസ് കൊണ്ട് കവർ ചെയ്തിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല രസമാണ്. ഇവിടെയൊക്കെ ഇരിക്കാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈൻകാ കിട്ടും. ഞാനിങ്ങനെ പറയുമായിരുന്നു, എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ കുറേ പൈൻകാ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലിങ്ങനെ ഒരു ഡെക്കോർ വെച്ചിട്ടുണ്ട്, അതിനകത്തും പൈൻകാ ഉണ്ട്. പൈൻകാ കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. ആർക്കെങ്കിലും പൈൻകാ കിട്ടുവാണെങ്കിൽ എനിക്ക് തരണമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടേ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്ലേസുമായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതുണ്ടോ, ഇങ്ങനെയാണ് അങ്ങോട്ടേക്കുള്ള ഇത്. നല്ല രസമാണ്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇവിടെയൊക്കെ പോകാനായിട്ട്. കാരണം ഇവിടെയും അതേപോലെ തന്നെയാണ്. ടിക്കറ്റ് ചാർജ് 20 or 25 അത്ര എന്തോ ഉള്ളൂ. ഒത്തിരി റേറ്റൊന്നും ഇല്ല. നമുക്ക് പോയി ശാന്തമായിട്ട് എൻജോയ് ചെയ്ത് വരാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ എന്നെപ്പോലെ തന്നെയുള്ള ഒത്തിരി പേര് കാണുമായിരിക്കും. അതായത് നമ്മൾ ചെറുപ്പത്തിലായിരിക്കും പോയിരിക്കുന്നത്, സ്ഥലമൊക്കെ നമ്മുടെ അടുത്താണ്, എന്നാൽ പിന്നെ പോയിട്ടുമില്ല. അങ്ങനെയൊക്കെയുള്ളവർ തൊട്ടടുത്തുള്ള സ്ഥലം കസിൻസും ഫ്രണ്ട്സും ഒക്കെ വരുന്ന സമയത്തെങ്കിലും പോകാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് ഇത്രയും നാളും ഇവിടെ പോയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എന്താ പറയുന്നത് ഇതുവഴി നടക്കുമ്പോൾ ഭയങ്കര റിഗ്രറ്റ് അടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ലൈക്ക് വാഗമൺ മെഡോസിൽ നമ്മൾ അധികം നേരം ഇരുന്നില്ലെങ്കിലും പൈൻ വാലിയിൽ കുറച്ച് നേരം ഇരുന്നു. കാരണം തണുപ്പ്, പിന്നെ ഈ പറഞ്ഞ പോലെ വെയിലൊന്നും അധികം ഇല്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. ഇവിടെ നിന്ന് എടുത്ത കുറേ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു, എന്താണ് ഇങ്ങനെ എന്താ പറയുന്നത്, എവിടെയാണ് ട്രിപ്പ് പോയതാണോ, പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി പീരീഡിലൊക്കെ ട്രിപ്പൊക്കെ പോയോ അങ്ങനെയൊക്കെ. ലൈക്ക് ഞാൻ എൻ്റെ ഒരു എന്താ പറയുന്നത് 6th month പീരീഡിലാണ് ഈ ഒരു ട്രിപ്പ് പോയത്. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു.
ലൈക്ക് ഭയങ്കര കംഫോർട്ടബിളായിരുന്നു ട്രിപ്പും ജേർണിയും കാര്യങ്ങളുമൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തു. കാരണം ഇതിൽ നമ്മുടെ ട്രിപ്പിനകത്തുള്ള മിക്ക ആൾക്കാരും എബ്രോഡാണ്, പിന്നെ അതേപോലെ തന്നെ പഠിക്കാൻ പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇനിയിപ്പം എന്താ പറയുക, അടുത്ത വെക്കേഷനായിരിക്കും ഇവരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഭയങ്കര രസമായിരുന്നു. എനിവേ പിന്നെ ഒരു ഊട്ടിയൊക്കെ പോയൊരു വൈബായിരുന്നു. കാരണം ആ ക്യാപ്പൊക്കെ വെച്ച് ആൻറ്റിയും പിന്നെ നമ്മുടെ ഗ്രാൻഡ്മയൊക്കെ ഇങ്ങനെ സ്റ്റോളൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നു. എനിവേ നമ്മൾ ഈ പൈൻ ഫോറസ്റ്റിൽ കൂടെ നടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ആൻറ്റിയും പിന്നെ അതുകൂടാതെ ഗ്രാൻഡ്മയൊക്കെ അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറയുന്നത്. പിന്നെ അവർക്കും ഇതേപോലെ തന്നെയായിരുന്നു, കുറേ നാളായിരുന്നു എല്ലാവരും ഇവിടെ വന്നിട്ട്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ഇനി അടുത്തത് നമ്മൾ പോകാനായിട്ട് പോകുന്നത് എന്താ പറയുന്നത്, ഒരു ഫ്ലവർ ഗാർഡനിലോട്ടാണ്. ഇത് ആക്ച്വലി നമ്മുടെ പൈൻ വാലിയിൽ നിന്ന് ക്ലോസറാണ്. എല്ലാം നമ്മൾ അങ്ങനെ കണക്ട് ചെയ്താണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെയും കൂടെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാനാണ് പ്ലാന്. ഇപ്പം തന്നെ ഏകദേശം ടൈം അറൗണ്ട് 12 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ഈ എന്താ പറയുന്നത്, ഫ്ലവർ ഗാർഡൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ പുല്ല് നട്ട് പിടിപ്പിച്ചിരിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അവിടെയായിട്ടൊരു പശു ഫാം ഉണ്ട്. പണ്ടൊക്കെ അവിടെ പോകാമായിരുന്നു. ഇപ്പോൾ അവിടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ഫാമിലി ഭയങ്കര ഹൈബ്രീഡ് കൗസ്, പ്രത്യേകിച്ച് ഇങ്ങനെ പല രാജ്യത്തു നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പശുക്കളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം വാഗമണിലൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് അഥവാ എൻട്രി വെച്ചാലും ഭയങ്കര ഡിഫിക്കൽട്ടാവും. അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് ഇപ്പം കുറേ നാളുകളായിട്ട് അവിടെ ആരെയും കയറ്റുന്നില്ലെന്നാണ് അറിഞ്ഞത്. ഇതാണ് നമ്മുടെ ഗാർഡൻ. ഇതും നിയർ ബൈ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ സ്ഥലങ്ങളുടെ എല്ലാം ലൊക്കേഷൻ ഞാൻ ആക്ച്വലി ഡിസ്ക്രിപ്ഷൻ്റെ അത് ടാഗ് ചെയ്തേക്കാം. ഇത് വാഗമൺ ഹിൽ ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. കയറുമ്പം തന്നെ ഇതേപോലെ തന്നെ ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ ആക്ച്വലി കഫറ്റീരിയ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓർക്കിഡ് ഗാർഡൻ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പല വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഓർക്കിഡ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ക്യാപ്റ്റസിൻ്റെ ഒരു ഗാർഡനും ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറിയത്. ഇവിടെയും എൻട്രി ഫീ ഉണ്ട്, 10-15 അത്ര എന്തോ ചെറിയ നിസ്സാര എമൗണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കയറി വരുമ്പം കുറേ ചെടികൾ ഇങ്ങനെ സെയിൽ പർപ്പസിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാനായിട്ടും പറ്റും, നമുക്ക് വാങ്ങാനും പറ്റും. ഇതിൻ്റെയൊക്കെ വലിയ വലിയ ചെടികളാണ് ആ ഗാർഡനിൽ അവർ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഗാർഡൻ കണ്ടിട്ട് വന്നിട്ട് ചെടി പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരവും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തന്നെയുള്ള പ്ലാനിലാണ്. കാരണം പൈൻ വാലിയിലൊക്കെ പോയി നമ്മൾ ചെറുതായിട്ടൊന്ന് മടുത്തായിരുന്നു. ഇതാകട്ടോ ക്യാപ്റ്റസ്. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ക്യാപ്റ്റസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ നിൽക്കുന്ന ക്യാപ്റ്റസില്ലേ, അതിൻ്റെ മിനി ഫോം. നമുക്ക് അത് കിട്ടുമോ നമ്മൾ കുറേ തവണ ചോദിച്ചു. പക്ഷേ അവരത് ഡിസ്പ്ലേ പീസാണ്, അപ്പോൾ അത് സെയിലിനില്ല. അതിൻ്റെ ചെറിയ പ്ലാന്റ്സാണ്. അത് ഈ ഒരു റേഞ്ചാണ് വരുന്നത്, 225 അങ്ങനെ ആ ഒരു റേഞ്ചിൽ പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ മിനി ഫോമാന്ന് പറഞ്ഞിട്ട് അവരൊരെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ഇവിടെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര പതുക്കെയാണ് ഗ്രോ ചെയ്യുന്നത്. അതുപോലെ ആകാനായിട്ട് വർഷങ്ങളെടുക്കുമെന്നാണ് തോന്നുന്നത്. ഇതുണ്ട്, പണ്ട് നമ്മുടെ വീട്ടിലിങ്ങനെ ഫെൻസിങ് പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെടിയാണ്. ഞങ്ങളിതിനെ മൈസൂർ മൈലാഞ്ചി അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളെന്താ പേര് പറയുന്നതെന്നൊന്ന് പറയണേ. എന്നിട്ട് അത് വെച്ചിട്ടൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ നമ്മുടെ ഹോസ്പിറ്റലുകളിലും ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലൊക്കെ ഇത് വെച്ചിട്ട് വലിയ ഫെൻസും പിന്നെ അത് വെച്ചിട്ട് ഇങ്ങനെ ആനയും പുലിയും അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. ആ സാധനമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നല്ല രസം. ഇപ്പോൾ ഒരിടത്തും ഇല്ലാത്ത കുറേ പ്ലാന്റ്സുകളൊക്കെ. പിന്നെ അതേപോലെ തന്നെ കുറേ ചെടികളുണ്ടായിരുന്നു. നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായിട്ടുള്ള കുറേ ചെടികളുണ്ടായിരുന്നു. ഇതേപോലെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നാച്ചുറൽ ഗ്രോയിങ് ആയിട്ടുള്ള എന്താ പറയുന്ന ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പേരമരം അതൊക്കെ അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് കളയാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. പിന്നെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. കാരണം അവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരൊരു സൈഡിലിരുന്ന് ഇങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമാണ്. ഇത് ശരിക്കും കുറച്ചുകൂടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നല്ല ബുഷിയാകുവാണെങ്കിൽ നല്ല രസമുണ്ട് ആ ക്രീപ്പർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ വെയിലിൻ്റെ ഇതുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ഇടത്ത് ഇങ്ങനെ ഗ്രീൻ നെറ്റ് കാര്യങ്ങൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ ഇങ്ങനത്തെ ചെടികൾക്കൊക്കെ അധികം തണുപ്പ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് കുറച്ച് ടഫാണ്.
പിന്നെ ഇങ്ങനെ ഇതേപോലെ തന്നെ ഒരു മൊട്ടക്കുന്ന് പോലെയുള്ള ഒരു ഏരിയ ആണ്. അതാണ് ഇങ്ങനെ ഇവർ പ്ലാന്റൊക്കെ നട്ട് ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ശരിക്കും കയറിക്കഴിഞ്ഞാൽ വലിയ നഷ്ടമില്ല, കാരണം നമുക്കിങ്ങനെ നടന്ന് കുറേ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ ബെഞ്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഥവാ മടുക്കുകയൊക്കെ ആണെങ്കിൽ ഇരിക്കാനായിട്ട് പറ്റും. ഈ എന്താ പറയുക, ഒരു പാർക്ക് വൈബാണ്. പാർക്കും ഗാർഡനൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഈ ചെടി കേട്ടോ, ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിൻ്റെ നമ്മളൊരു തൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ പാർക്ക് ഏരിയ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും കസിൻസും ആൻറ്റിയൊക്കെ ഭയങ്കര ഓട്ടമായിരുന്നു ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. കാരണം കുറേ സാധനങ്ങളുണ്ടായിരുന്നു. മറ്റേ സ്ലൈഡ് ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ പണ്ടുള്ള മെറിക്കോ റൗണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറച്ച് ഫൺ മൂവ്മെൻ്റ് ആയിരുന്നു. എനിക്ക് ഹെൽത്ത് ഇഷ്യൂ കാരണം ഇതിലൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. ഹെൽത്ത് ഇഷ്യൂ അല്ല, ഇപ്പോഴത്തെ കണ്ടീഷൻ കാരണം കയറാനൊന്നും പറ്റത്തില്ലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഇവരെക്കാട്ടി ഫ്രണ്ട് ഞാനായിരിക്കും ഇതിൽ ഓടിപ്പോയി കയറുന്നത്. ഇതുണ്ടോ മെറിക്കോ റൗണ്ട്, ഇതിൽ അവർക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. പക്ഷേ എങ്കിലും അവർ അതിലിരുന്ന് എങ്ങനെയൊക്കെയോ കറങ്ങുന്നുണ്ട്. ഇത് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്, പക്ഷേ ഈ വലിയ ആൾക്കാരാണ് ഇതിൽ കയറിയിരിക്കുന്നത്. പിന്നെ ഇത് എന്താ പറയുന്നത്, മറ്റേ സ്ലൈഡാണ്. ഇത് ആക്ച്വലി ഫണ്ണാണ്. അതിനകത്തൂടെ ഇറങ്ങിപ്പോലും വരത്തില്ല, പക്ഷേ ഒരു തരത്തിൽ എങ്ങനെയെങ്കിലും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതിനകത്തോടെ ഊരി വരുന്ന റിയേനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ആൻറ്റിയുടെ ഫൺ മൂമെൻ്റാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ കുറേ ഊഞ്ഞാൽ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം കുറേ നേരം കളിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും കയറാൻ പറ്റാത്തതിൻ്റെ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇവർ കളിക്കുന്ന കണ്ടപ്പം ഭയങ്കര സന്തോഷമായി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ടോപ്പിലോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവരുടെ ക്യാപ്റ്റസിൻ്റെ ഡിസ്പ്ലേ വരുന്നത്, ഓർക്കിഡിൻ്റെ ഡിസ്പ്ലേയും വരുന്നത്. അപ്പം നമുക്ക് അതുകൂടെ പതുക്കെ നടന്ന് കാണാം. എല്ലാവരും പല വഴിക്കാട്ടോ, കാരണം ഇവിടെ എത്തിയപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് ഏരിയ ഉള്ള ഒരു എന്താ പറയുന്നത് ഇതാണ്. പൈൻ വാലിയൊക്കെ ആണെങ്കിൽ ഒറ്റ ഒരു വേ അല്ലേ ഉള്ളൂ. ഇതങ്ങനെയല്ല, അവിടെ നിന്ന് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. പക്ഷേ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മളിങ്ങനെ ഓരോരോ പേര് കൊടുത്തിട്ടാണ് ഇവിടെ ആ ഒരു ഏരിയയൊക്കെ നെയിം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഞാനിപ്പം ഫസ്റ്റ് കയറാൻ പോകുന്നത് ഓർക്കിഡ് ഗാർഡനിലാണ്. ഓർക്കിഡ് ഗാർഡൻ അത്യാവശ്യം കൊള്ളാമെന്നാണ് അവിടെ താഴെയൊക്കെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. ഇങ്ങനെ സൈപ്രസ് ട്രീസൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഓർക്കിഡ് ഗാർഡനിൽ ഏതെങ്കിലും നല്ല ഓർക്കിഡ് ഉണ്ട്, പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കയറിയത്. പക്ഷേ അവിടെയുള്ള ചെടികളൊന്നും അവർ സെയിൽ ചെയ്യുന്നില്ല, കാരണം അത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു കോട്ടേജ് പോലെ, ഒരു ടെൻറ്റ് പോലെ ഉണ്ടാക്കിയിട്ടാണ് അവർ ഓർക്കിഡ് ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നല്ല രസമാണ്. ഇതാട്ടോ ഒരുപാട് വെറൈറ്റി ഓർക്കിഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളതും ഒക്കെ ഉണ്ട്, പക്ഷെ നല്ല രസമാണ്. ഇങ്ങനെ നല്ല ഹൈബ്രിഡായിട്ടുള്ള പൂക്കളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം എടുത്ത് ഓർക്കിഡ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. പിന്നെ ഇവിടെ റോസ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസസ് ഒക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് നാൾ കഴിയണമായിരിക്കും എന്ന് തോന്നുന്നു, ഇതൊക്കെ നല്ല വലിയ ബുഷിയായി വളർന്നു വരാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇനി നമ്മൾ ടോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു
നല്ല ഹൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ നടക്കുന്നതുകൊണ്ട് അറിയുന്നില്ല. ഇവിടെ കുറച്ച് മറ്റേ ട്രീ ഹൗസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെയാണ് മറ്റേ ക്യാപ്റ്റസിൻ്റെ ഗാർഡൻ വരുന്നത്. ഇവിടെ ഇങ്ങനെ നമുക്കൊന്ന് പോയി നോക്കാം. അധികം സംഭവങ്ങളൊന്നും കാണുമെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ട്രീ ഹൗസാണ്. ജോബിയും നമ്മുടെ അങ്കിളൂടെ കയറുവാണ് അതിൻ്റെ മുകളിൽ. ഇവിടെ ഞാനും കയറാൻ വേണ്ടിയിട്ട് ഓടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പക്ഷേ എന്നെ കയറാനായിട്ട് സമ്മതിച്ചില്ല. വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് കയറാൻ ഈസിയാണ്, ഇറങ്ങാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ വെളിയിൽ നിന്ന് വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമാണ് ഈ ഒരു ഏരിയ കാണാനായിട്ട്. നല്ല മരങ്ങളും പിന്നെ ഇങ്ങനെ ഇതേപോലെ തന്നെ ബെഞ്ചും ട്രീയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതോ സ്ഥലമാണെന്ന് തോന്നും. പിന്നെ ഈ ഒരു ഊഞ്ഞാൽ ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇവർ ആടുന്ന കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു. കാരണം ഈ ഒരു വ്യൂ ശരിക്കും ആ റോഡിലോട്ടാണ് വരുന്നത്. പിന്നെ കുറേ നേരം അവിടെ കറങ്ങിയിട്ട് ഞാൻ ആക്ച്വലി ടയേർഡായി. അപ്പം ഞാനവിടെ പോയി ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് KPM ഫാമിലോട്ടാണ്. ഏകദേശം എന്താ പറയുന്നത് ഒരു അരമണിക്കൂറിന് മേളിലുണ്ട് KPM ഫാം. KPM ഫാമിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് അടുത്താണ്. നമ്മൾ ശരിക്കും ഈ റൂട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് KPM ഫാമിൻ്റെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അധികം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം ഇവിടെ എത്താറായപ്പോഴത്തേക്കും ഏകദേശം എൻ്റെ ഫോണിൻ്റെ അവസ്ഥ എന്താ പറയുന്നത് 0% ആകാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കാരണം KPM ഫാം ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ആ വീഡിയോയും കൂടെ ഇതിനകത്ത് ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. ഇപ്പം കുറച്ചുകൂടെ കാര്യങ്ങളും എല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. ഫുഡാണെങ്കിലും അടിപൊളിയാണ്. നമ്മളിവിടെ നിന്നാണ് ലഞ്ച് കഴിച്ച് നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടും ഇതേപോലെ തന്നെ കുറച്ച് വെറൈറ്റി വൈബ് എൻജോയ് ചെയ്യാനായിട്ടും KPM ഫാം അടിപൊളിയൊരു സ്പോട്ട് തന്നെയാണ്. കുറേ നേരം ഉണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉണ്ട് ഇതേപോലെ തന്നെ ഗാർഡനും ഫിഷിങ്ങും പിന്നെ ഈ പറഞ്ഞ പോലെ ഫിഷിന് ഫീഡിങ്ങും അങ്ങനെയൊക്കെ ഒത്തിരി പരിപാടികളുണ്ട്. പിന്നെ ബോൺസായി മരങ്ങളുടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടാണ്. മെയിൻലി പറയാനുള്ളത് ഫിഷ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പുറത്തെ സ്ഥലത്തു നിന്നൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പം കഴിക്കാൻ നേരം ഫിഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നേരം അതിൻ്റെയൊക്കെ റേറ്റ് ചോദിച്ചിട്ട് കഴിക്കുന്നത് ഭയങ്കര നന്നായിരിക്കും. കാരണം വലിയ മീനുകൾക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. 3000 4000 അങ്ങനെയൊക്കെയാണ്. അത് ആ ഫിഷിൻ്റെ റേറ്റാണ്. അപ്പോൾ അറിയത്തില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ഫുഡ് ഓർഡർ എടുക്കാനായിട്ട് വരുമ്പോൾ അത് പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈവൻ കഴിക്കാനും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതൊക്കെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഓർഡർ ചെയ്യുക. പക്ഷേ ഫുഡിൻ്റെ ക്വാളിറ്റിയും ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളിയാണ്. നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്.